आनन्दामृतकर्षिणि अमृतवर्षिणि आनन्दामृतकर्षिणि अमृतवर्षिणि हरादिपूजिते शिवे भवानि आनन्दामृतकर्षिणि अमृतवर्षिणि हरादिपूजिते शिवे भवानि आनन्दामृतकर्षिणि अमृतवर्षिणि हरादिपूजिते शिवे भवानि आनन्दामृतकर्षिणि हृदय निलये सदये सानन्द हृदय निलये सदये सत्यसुवृष्टिये त्वं सन्ततं चिन्तये अमृतेश्वरि सलिलं वहशय 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 सानन्द हृदय निलये सदये सत्यसुवृष्टिये त्वं सन्ततं चिन्तये अमृतेश्वरि सलिलं वहशय 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 स गमवनि मगसा पानि सनि सग सग मगसा गमवनि सनि बव मगसा पानि सनि सग सग मगसा गमवनि बनि सग सानि मग मग सनि ब मगसा गमवनि बनि सग सनि ब मग सनि ब मग अमृतवर्षिणि अमृतवर्षिणि हरादिपूजिते शिवे भवानि आनन्दामृतकर्षिणि ഇന്ന് മഹാനവമി. എല്ലാവർക്കും എൻ്റെയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെയും മഹാനവമി ആശംസകൾ. നമ്മുടെ പുതിയ പാട്ടുകാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വരികയാണ്. പ്രേക്ഷകർക്ക് എല്ലാവരും അവർ ഈ കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ഇത്രയും ഫേവറേറ്റ് ആയി എന്നറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ അവരെ വീണ്ടും കൂടുതൽ പരിചയപ്പെടാൻ പോവാണ്. നല്ല നല്ല ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പോവാണ്. നമ്മുടെ ജഡ്ജസും കുട്ടി പാട്ടുകാരും ഞാനും നമ്മുടെ ടോപ്പ് ബാൻഡും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രേക്ഷകരും റെഡിയല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, Madhu uncle and MJ uncle.
ആലപ്പുഴയിൽ നിന്നും മാവേലിക്കരക്കാരി ഒരു ദുർഗ കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. ഹായ്. ഓടി വായോ. അയ്യോ ആ ഡ്രസ് നല്ല വെയിറ്റ് ഉണ്ടോ? ഇല്ല ലൈറ്റ് വെയിറ്റ്. ചെരുപ്പിന് വെയിറ്റ് ഉണ്ടോ? ചെറിയ ഹീലുണ്ട്. ആണല്ലേ? ആ അതൊരു 2 കിലോ വരുമോ? അപ്പൊ 2 കാലിലും കൂടെ 4 kilos ആയി. അയ്യോ ബസ്സിലായിരിക്കും ഇനി കല്ല്. ഇത് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്നത്തെ പാട്ട് മാനത്തൊരു പൊൻതാരകം. ആ ചിത്ര ചേച്ചി. യെസ്. മ്യൂസിക് ബേണി ഇഗ്നീഷ്യസ് സാർ. ആ 2 പേരാണ്, ബേണി ചേട്ടനും ഇഗ്നേഷ്യസ് ചേട്ടനും. ഓക്കെ. ദെൻ ലിറിക്സ് രമേശൻ സാർ. രമേശ് നായർ. എസ് രമേശൻ നായർ സാർ. മൂവി പ്രണയനിലാവ്. പ്രണയ നിലാവ്. ഓക്കെ. ഏത് വർഷമാണത്? 1999. വെരി ഗുഡ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. റെഡി? Ready. ഓൾ ദ ബെസ്റ്റ്. ഓക്കേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണിച്ചപ്പ് തുറന്നില്ലേ നിൻ
വെരി നൈസ്, വെരി നൈസ്. കോറസ് വെരി ഗുഡ്. ജഡ്ജസ് യെസ്. കല്യാണ രാവ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളി. നമ്മളിവിടെ എൻജോയ് ചെയ്യുമായിരുന്നു, രണ്ട് സൈഡിൽ ഇരുന്നിട്ട് അതെ. കൈയൊക്കെ കൊട്ടി കളിച്ച് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ കൊറേ പാട്ട് ഓർമ്മ വന്നു അല്ലേ അതെ മേച്ചേട്ടാ? അതെ. താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിടാവിന്റെ കമ്മലിട്. അതുപോലെ തന്നെ ആ. സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃത തിമികിട മേളം. അത് പിന്നെ ആകെ ചുറ്റിലകത്ത് അങ്ങനെ പാട്ട്. പിന്നെ കന്നിപ്പളുങ്കേ പൊന്നുങ്കിനാവേ സുന്ദരി പെണ്ണാളേ. ആഹാ. അതെ. പെർഫോമൻസ് റൗണ്ടിൽ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ആദ്യം തന്നെ ഒരു ബിഗ് റൗണ്ട് Round ഓഫ് of applause. പിന്നെ കോറസ് നല്ല രസത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, അതെ. അടിപൊളിയായിട്ട്. അതെ, അപ്പൊ നല്ല രസമുണ്ട്, താങ്ക് യു. നല്ല രസമുണ്ട്, നല്ല ഉന്മേഷമുണ്ട്. പേടിയുണ്ടായിരുന്നു ഇപ്രാവശ്യം? ചെറുതായിട്ട്. ചെറുതായിട്ടുണ്ട്. ആ പേടിയും വേണ്ട, നമുക്ക് പേടിക്കാതെ നമുക്ക് പാടണം. ഓക്കെ. യെസ്, ഡൺ. അതുപോലെ തക്കിട 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 കുടു കുടു കുടു. അതെന്തായിരുന്നു? നാണത്തിൻ തട്ടമിട്ട രാവിന്റെ മുഞ്ചത്തി ആനന്ദ ബഹറിലെ ഹൂറിയായി ഇനിയാണ്. വന്നെത്തി നെഞ്ചിലുറങ്ങും മുത്തുക്കിളിയെ പാടാനില്ല മഞ്ചം നിറയെ പുളകം വാങ്ങാൻ നീയും ചെല്ല്. ഇതെല്ലാം കുറച്ചുകൂടെ പെറുക്കി പാടാമോ? നാണത്തിൻ തട്ടമിട്ട രാവിന്റെ മുഞ്ചത്തി ആനന്ദ ബഹറിലെ ഹൂറിയായി വന്നെത്തി നെഞ്ചിലുറങ്ങും മുത്തുക്കിളിയെ പാടാനില്ല മഞ്ചം നിറയെ പുളകം വാങ്ങാൻ നീയും ചെല്ല്. രണ്ടാമത്തെ ചരണം സെയിം പോർഷൻ. ആരംഭ പള്ളിക്കൂടം മാരന്റെ പൂന്തോപ്പ് ആയിരം വർണ്ണം കാട്ടി മിന്നുന്ന മോഹബത്ത് കസ്തൂരിക്കുളിരാടി മൊഹബത്ത്. ആയിരം വർണ്ണം കാട്ടി മിന്നുന്ന മോഹബത്ത് കസ്തൂരിക്കുളിരാടി നടക്കണ കാലം വന്നു അത്തറ പൂശിയൊരുങ്ങണ നിന്നുടെ ആളും വന്നു. ഇത് ട്രിക്കിയാണ് കേട്ടാ, പക്ഷെ എന്നാലും നന്നായിട്ട് പാടിയേ. യെസ്. അത് പാടി ഒപ്പിച്ച് ആകെ മൊത്തം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിന് ശരിക്ക് ഈ സെലിബ്രേഷനും അതുപോലെ ഈ മ്യൂസിക്കിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന അതിന്റെ ബ്യൂട്ടി, അതിന്റെ ഇൻഹറന്റ് ബ്യൂട്ടി, അത് ശരിക്ക് മോക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വോയിസ് നന്നായിട്ട് അതുമായിട്ട് ജെല്ല് ചെയ്യുന്നുണ്ട്. ഇത്തരം പാട്ടുകളിൽ മോളുടെ വോയിസ് വളരെ നന്നായിരിക്കും. അപ്പൊ ടോപ്പ് സിംഗറിൽ ഒരു നല്ല അസല് മാപ്പിളപ്പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റി. അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. ദുർഗക്കുട്ടി എന്തോ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഈ പാട്ടിന് നല്ല ആപ്റ്റായിരുന്നു വോയിസ്. പിന്നെ അവർ കോറസ് ആണെങ്കിലും കൂടി നല്ല പെട്ടെന്ന് പഠിച്ച് നല്ല ഭംഗിയായിട്ട് പാടി. നല്ലൊരു രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഭൂരിഭാഗവും വളരെ നന്നായിട്ട് പാടി. ചില സമയത്ത് വോയിസ് ഇങ്ങനെ ഒത്തിരി വീക്കാവുന്നുണ്ട്. അതായത് മാരിക്കാറ്റെ പോയി വാ, കാണാൻ നീയും കൂടെ വാ, കൂടെ പോരും മാരനോ നാണം കൊള്ളില്ലേ, ആ ഭാഗത്തൊക്കെ കുറച്ച് വോയിസ് കുറച്ചൊന്ന് വീക്കാവുന്ന പോലെ തോന്നുന്നുണ്ട്. അവിടെയും കുറച്ചും കൂടി ഒന്ന് ബോൾഡായിട്ട് പാടിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നി. ആ ലൈൻസ് ഒന്ന് പാടാമോ? മണിവാതിൽ ചാരും നേരം മാറിക്കാറ്റേ പോയി വാ മധുമാസ കോവിൽ മോഹത്തേനും കൊണ്ടേവാ. അതാണ് കൊണ്ടേവാ. അവിടെ എത്ര കൂടി ബോൾഡ് ആക്കാൻ പറ്റുമോ? കൊണ്ടേവാ. യെസ്. ആ 14 രാവിൻ ചന്തം കാണാൻ നീയും കൂടെ വാ. വാ. 14 രാവിൻ ചന്തം കാണാൻ നീയും കൂടെ വാ. പനിനീരും കുളിരും പനിനീരും കുളിരും കുഞ്ഞി കയ്യിൽ കൊണ്ടേവാ. 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 അവിടെ ഇങ്ങനെയൊക്കെ ആ ഭാഗത്തൊക്കെ കുറച്ച് വീക്ക് ആവുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി അവിടെ നേരത്തെ പാടിയ പോലെ ബോൾഡായിട്ട് പാടണം കേട്ടാ. ഓക്കേ സർ. അതുപോലെ തന്നെ മാരിക്കാറ്റെ പോയി വാ, ചരണത്തിലും അതേ പോർഷൻ കേട്ടാ. കാണാൻ നീയും കൂടെ വാ. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നിയതെല്ലാം. ഓക്കെ, ഓക്കേ, താങ്ക് യു സർ. വെരി ഗുഡ്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഞാനൊരു കുഞ്ഞു കാര്യം പറയട്ടെ. റെനിച്ചേട്ടാ സ്റ്റൈലിഷ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് വായിക്കുക, ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ലുക്കാണ് കേട്ടോ. അവിടുന്ന് വൺ സ്റ്റൈലിഷ് വായനയാണ് അവിടുന്ന് ഇന്റർവ്യൂടെ ഒക്കെ ഇല്ലേ? അതെ, അത് അതെ, കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് എനർജി കയറും. അല്ല, റെനി ഭയങ്കര എക്സ്പീരിയൻസ് ക്യാമ്പയിനറാണ്. എത്ര വർഷങ്ങളാണ് ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ എന്താണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, അത് മാത്രം കൊടുക്കും. അത് കൊടുക്കുന്നുണ്ടെന്ന് എവിടെയും വിളിച്ച് പറയുന്നില്ല. സ്വന്തം ട്രംപറ്റ് ഒരിക്കലും ബ്ലോ ചെയ്യാറില്ല. അതാണ് ജെന്റിൽ മാൻ എന്ന് പറയുന്നത്. ജെന്റിൽ മാൻ മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് റെനിയാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി എന്താ അടുത്ത പരിപാടി? മാർക്സിലേക്ക് കിടക്കാം. ദുർഗക്കുട്ടി, എന്തോ? എത്ര മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്?
96. 96. പക്ഷേ ദുർഗക്കുട്ടി പ്രതീക്ഷിച്ച ആ മാർക്ക് ദുർഗയ്ക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന മാർക്ക് 97 ഔട്ട് ഓഫ് 100. പ്രതീക്ഷ മാർക്കിനെ കഴിഞ്ഞും കുറച്ച് കൂടുതൽ നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി 98, 99, 100 അങ്ങനെ കൂടി പോകണം. വരട്ടെ. ഓക്കെ, അതെ. അതെ തലയിൽ മുട്ടായി മഴ വീഴണം. അതെ, അതുവരെ അടങ്ങരുത് നമ്മൾ. മിഠായി മഴ വീഴിക്കണം താഴെ. അതെ, അതെ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ജഡ്ജസ്, ഇനി നമുക്ക് വരാൻ പോകുന്ന ആള് യുഎയിൽ നിന്നും വരാണ്. ആരാ വരുന്നതെന്ന് അറിയാമോ? ജനീലിയ. പ്രൈസൺ. കറക്റ്റ് ആൻസർ. വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. പൂമ്പാറ്റ വരുന്ന പോലെ ഉണ്ട് ഇങ്ങനെ പറക്കായി. ഇത് എന്ത് കളറാ? ലാവൻഡറോ പർപ്പിളോ? പർപ്പിൾ. പർപ്പിൾ. യെസ്. മധുങ്ങളുടെ ബാൻഡിന്റെ പേര് അതെ. Purple ന്നാ. Yes. നല്ല കളറ്, നല്ല കോമ്പിനേഷൻ. അതെന്താ മധുങ്ങൾ അങ്ങനെ പേരിടാൻ കാരണം? പർപ്പിൾ അതാണ് ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. പിന്നെ പർപ്പിൾ ഒരു ഉന്നതിയുടെ ഉയർച്ചയുടെ ഒരു ഇതാണ്. ഓ, ഉം. okay, okay, okay. മീനുട്ടിക്ക് ഒരു ബാൻഡ് ഉണ്ടാക്കി ഇവിടെ. എന്തിന്റെ റബ്ബർ ബാൻഡ് പോലും ഇല്ലാത്ത എന്നിട്ട് അതില് ഗ്രേ എന്ന് പേരിട്ടാ മതി. ഗ്രേ വരെ എത്തുന്ന എനിക്ക് തോന്നില്ല. ബ്ലാക്കിൽ തന്നെ. ജനീലിയ, എന്തോ ആദ്യത്തെ പാട്ടിനെ പറ്റി അഭിപ്രായം എന്താണ്? നല്ലപോലെ പാടി, ബട്ട് ഇംപ്രൂവ് ചെയ്യാം. അത് എപ്പോഴും അങ്ങനെയാ. നമ്മൾ എത്ര പാടിയാലും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും പിന്നെയും ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. ബാക്കി കേട്ടവരൊക്കെ എന്ത് പറഞ്ഞു? കേട്ടവർ നല്ല അഭിപ്രായം തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവരും പറഞ്ഞു ഇമ്പ്രൂവ് ചെയ്യണം പറഞ്ഞു. ഇല്ല, ഇല്ല. എനിക്ക് സ്വന്തമായി തോന്നി. തോന്നിയതാണ് ആ, ഇമ്പ്രൂവ്. അവരെന്ത് പറഞ്ഞു എന്നാണ് ഞാൻ അവർ ചോദിച്ചത്. നല്ലപോലെ പാടിയെന്ന് പറഞ്ഞു. അവര് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. എന്റെ മ്യൂസിക് ടീച്ചർ പറഞ്ഞു ഉം. നമുക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ദർ ഇസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. അല്ലേ? Yes. സ്വന്തമായിട്ട് തോന്നിയല്ലോ, അതും നല്ല കാര്യം. നന്നായി. Yes. എന്നിട്ട് ഇപ്രാവശ്യം പ്രാക്ടീസ് ചെയ്തോ? ഓ, എന്താ പാടുന്നേ? കളരി വിളക്ക് തെളിഞ്ഞതാണോ. Yes. ആഹാ. എവർഗ്രീൻ അത് ഹിറ്റ്സിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കളരിക്കുട്ടി വന്നപ്പോ പാടായിരുന്നല്ലേ? പാടേണ്ടതായിരുന്നു. ദുർഗക്കുട്ടി അതെ, വന്നപ്പോ. ദുർഗക്കുട്ടി. ശരിയാ. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ്. മ്യൂസിക് ചെയ്തത് ബോംബെ രവി സർ, ആ. ലിറിക്സ് എഴുതിയത് കെ ജയകുമാർ സർ, സിംഗർ ചിത്രമ്മ, വർഷം 1989, സിനിമ വൺ നോർത്തേൺ. ഒരു വടക്കൻ വീരഗാഥ. ഓ, വൺ നോർത്ത്. വീരഗാഥക്ക് എന്താ പറയാൻ പോയത് ഇംഗ്ലീഷില്? വൺ നോർത്തേൺ വരെ ശരിയാ. ഡെയർ സ്റ്റോറി. അയ്യോ, Air story. വീരഗാഥ. കേൾക്കാം പാട്ട്. Okay. കേക്കാം. All the best. ഓൾ ദി ബെസ്റ്റ്. All the best. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം
ജനീലിയ കുട്ടി എന്തോ നല്ല സെലക്ഷനാണ്, ബ്യൂട്ടിഫുൾ സെലക്ഷനാണ് കേട്ടോ. ഇത് വളരെ ഹിറ്റായിട്ടുള്ള സിനിമയാണ്. ഇതിപ്പോൾ വീണ്ടും ഈ അടുത്തിടയ്ക്ക് വീണ്ടും ഇറങ്ങി 4K-ല്. അതിൽ നല്ല ചന്ദനലേപ സുഗന്ധം, ഇന്ദുലേഖ കൺ തുറന്നു. ഇത് കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് മധുങ്ങള് ചന്ദനലേപ സുഗന്ധം ഒരു 2 വരി പാടിത്തരോ? ഓ പാടാം. എനിക്ക് പല സ്ഥലങ്ങളും പാടിയത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ചില നോട്ട്സ് ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാമ്പുള്ളി പോർച്ചുണങ്ങും, അത് അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡ് ലൈൻസ്. അത് ശരിയാക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഒന്ന് പാടിയ കേക്കട്ടെ. മാറത്ത് മാമ്പുള്ളി പോർച്ചുണങ്ങും, മാറത്ത് മാമ്പുള്ളി പോർച്ചുണങ്ങും. ആ ഇപ്പോഴും ശ്രുതി എന്ന് ചേരാനുണ്ട്. ഇപ്പൊ ആ നോട്ട് കറക്റ്റ് ആയി. ഓക്കെ, അത് തന്നെയാണ് അങ്കക്കലയുള്ള വീരനാരോ. അക്ഷരങ്ങള് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം കേട്ടോ. ഇപ്പം നാഗത്തളയിട്ട മോള് പാടിയപ്പോ നാഗ എന്ന് കേട്ടു, ഗ എന്ന്, നാഗത്തളയിട്ട ഫസ്റ്റ് ടൈം. അങ്ങനെ പല സ്ഥലം. അപ്പൊ അക്ഷരങ്ങളുടെ ക്ലാരിറ്റിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളും എനിക്ക് ആ ഒരു ശ്രുതി പ്രശ്നങ്ങൾ തോന്നി. അവസാനമൊക്കെയുള്ള ചെറിയ ചെറിയ സംഗതികൾ, അതിനൊക്കെ കുറച്ചും കൂടി പെർഫെക്ഷൻ വേണം തോന്നി. ശ്രുതിയിലേക്ക് കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ആവണമെന്ന് എനിക്ക് തോന്നി. ചില ലൈനൊക്കെ നല്ല രസമായിട്ട് പാടുന്നുണ്ട്, നല്ല വോയിസ് ആണ്. പിന്നെ മൈക്ക് എവിടെ പിടിക്കുന്നേ? കുറച്ചൊന്ന് താഴ്ത്തി പിടിച്ചാൽ കുറച്ചൊരു മൈക്ക് കുറച്ച് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നെയ്സൽ ടോൺ കൂടി വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഓക്കെ, അപ്പൊ എപ്പോഴും ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിൽ നന്നായിട്ട് പാടാൻ സാധിക്കും ജനീലിയ കുട്ടിക്ക്. ബിക്കോസ് യു ഹാവ് ദാറ്റ് ടാലന്റ് ഇൻ യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജെനി എന്തോ നന്നായിട്ട് പാടി കേട്ടോ. ആ. പക്ഷെ ഇനിയും നന്നായിട്ട് പാടാം. ആ. നല്ല പടക്കം പൊട്ടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, പക്ഷെ പടക്കം പൊട്ടണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടണം, എന്നാലേ പൊട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് നനഞ്ഞ ഓലപ്പടക്കം പോലെ ആവും. ചീറ്റിപ്പോവും. ചിലപ്പോ കത്തൂല, ചിലപ്പോ ചീറ്റിപ്പോവും. അതാണ് ചിരി പോവും. അതിനൊരു ചാൻസ് കൊടുക്കാൻ പാടില്ല. പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. പ്രോമിസ് മീ. പ്രോമിസ്. 1000 വട്ടം പ്രോമിസ് കേട്ടോ. ഓക്കെ, പ്രോമിസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോമിസ് അത് പറ്റൂല കേട്ടോ. പ്രോമിസ് ദൃഢത, ദൃഢത വേണം. ദൃഢത, എന്തോ ദൃഢത. എന്ത് ദൃഢത അത് വെഹിമെന്റ് ആയിട്ട് പറയണം. അതും കഷ്ടമാണ്. ദൃഢത. ദൃഢത. പിന്നെ നമ്മൾ പാടുമ്പോഴേ നമ്മുടെ കാത് എത്ര പാവമാണ്. വെറുതെ എന്തിനാണ് നമ്മൾ ഈ കാതിനെ എങ്ങനെ പിടിക്കണേ? വിട്ടേക്കാം. അതെന്താ വെച്ചാ ശ്രുതി ചേർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ലേ? പക്ഷെ കാതി പിടിച്ചാൽ ശ്രുതി ചേരുവോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാത് രണ്ടും പിടിച്ചിട്ട് ശ്രുതി. മോണിറ്ററിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ? നമുക്ക് ഇന്നിയർ പോലെ നമുക്കത് കേൾക്കാൻ പറ്റുന്നു, നമുക്ക് ശ്രുതി ചേരുന്നൊക്കെ ഉള്ളത് മിഥ്യ ബോധമാണ്, ധാരണയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മാറ്റണം കേട്ടോ. പിന്നെ ഈ ചില ലൈൻസ് മോളുടെ വോയിസിൽ വരുമ്പോഴത്തേക്കും വളരെ മെലോഡിയസ് ആയിട്ട് പാടുമ്പോൾ അതിലെന്തോ ഒരു പെയിനിന്റെ ഒരു ടിഞ്ച് വരും. പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സാഡ്നെസ്, ഒരു പാത്തോസ് മൂഡ്. ഇപ്പൊ നാഗത്തളയിട്ട് അതൊന്ന് പാടിക്കേ. ഇതിപ്പോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ പണ്ടൊരാളുണ്ടായിരുന്നു, അയാളെ എവിടെ നഷ്ടമായി പോയി, അയാള് ഇനി വരുമോ, അയാള് എന്നിട്ട് ഒരു ഇതും കൂടെ ആഡ് ചെയ്ത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെയല്ല, അവിടെ പ്ലസന്റ് ആവുകയും ഒരു എനർജിയിൽ പാടണം. അപ്പൊ മെലഡിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ എങ്ങനെയാണോ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ ഭാവം മാറും. അങ്ങനെ ഒരാളുണ്ട്, നാഗത്തളയിട്ട കാൽ വടിവും ചൊവ്വത്ത ചേകോന്റെ മെയ് അഴകും ഉള്ള വർണ്ണിക്കുകയാണെന്ന് അർണോൾഡ് ഷ്വാർട്സ്നെഗറിനെ പോലെ പഴയ പുള്ളിയെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാടി കഴിഞ്ഞാ കമോൺ. ചിരി കൊള്ളാം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ചിരി നമുക്ക് മാർക്കറ്റിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. ഓക്കെ, നമുക്കുള്ളതാണ്. മറ്റുള്ളവർക്ക് കണ്ടാൽ വെരി നൈസ് സ്മൈൽ ആസ് വെൽ. സോ അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ പെർഫോമൻസ്. ഇതൊക്കെയാണ് ഇപ്പോ എനിക്കിപ്പോ ആസ് ഇറ്റ് ഈസ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത്
അടുത്ത പെർഫോമൻസ്. സെക്കൻഡ് പെർഫോമൻസ് അല്ലേ? അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് അതെ, ചെയ്തിട്ടല്ലേ അതെ, ഉള്ളൂ. അതെ. അതെ അതെ. ഈ പിച്ച് പോകുന്നൊക്കെ അതൊക്കെ നമ്മൾ ഗ്രൂമിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാം ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും അല്ലേ? അതെ. പ്രോമിസ്. പ്രോമിസ്. ഇവിടെ ഇങ്ങനെ ഈ പ്രോമിസ്. വേറെ ഒന്നുമില്ല. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. അപ്പം അതെ, മധുങ്ങളുടെ ആ പാട്ട്. Okay. മധുചേട്ടന്റെ പാട്ടുണ്ടായിരുന്നു. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. താങ്ക് യു മധുങ്കൾ. എന്റെ ഏറ്റവും വലിയ ലക്ക് എന്താ അറിയോ? ഇവരുടെ രണ്ടുപേരും നടുവിലിരുന്നിട്ട് വലത്തെ സൈഡിൽ നിന്ന് ഒരാളും ഇടത്തെ സൈഡിൽ നിന്ന് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നത്. ഐ എം സോ ലക്കി. ഇതിന്റെ അപ്പുറം എനിക്കൊന്നും വേണ്ട. അതെന്ന് വെച്ചാൽ അത് സന്തോഷാണ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വേണ്ട അത് വേണ്ട. കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജെനിലിയ, എന്തോ your score is 95 out of 100. ജെനിലിയ കുട്ടി, എന്തോ നല്ല സ്കോറാണ്. അടുത്ത പ്രാവശ്യം ഇനിയും ബെറ്റർ ആക്കുക. അതിന്റെ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ ബെറ്റർ ആക്കുക. അതിന്റെ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും Better. better. അതിനേക്കാളും ബെറ്റർ ആക്കുക. ഓക്കെ, ഇന്ന് All പറഞ്ഞ the best. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓ, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. പോയിരുന്ന് ശരിക്കും ഓർക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു, ബൈ. അപ്പൊ ജഡ്ജസ്, ഇനി വരാൻ പോകുന്നത് ഗോവ എന്നുള്ള ഒരാളാണ്. ഇപ്പൊ അങ്ങനെ പറയുമ്പോഴേ ഒരു ക്ലൂ കിട്ടുന്നില്ലേ? യെസ്, ഒരു ലോക്കോ പൈലറ്റിന്റെ യെസ്. ജൂനിയർ ലോക്കോ പൈലറ്റ് ആണ് പ്രാസംഗികൻ. എത്താൻ പോകുന്നത്. അതെ, ദക്ഷത്താണ് രണ്ടാമത്തെ സോങ്ങുമായിട്ട്. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ഓൺ സ്റ്റേജ്. ദക്ഷ് കുമാർ, ആ അതെ സർ. how are you? ഫൈൻ സർ. സുഖമാണോ? ആ, അതെ. എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഇവിടെ സെലക്ഷൻ കിട്ടിയെന്നല്ലേ വലിയ വിശേഷം. ആണോ? ഇതില്ലടാ നീ കഴിഞ്ഞ എപ്പിസോഡിലും അതെ, പുതിയ ഇതിന് വിശേഷം. ഇതേപോലെ തന്നെ ഇതേ സെന്റൻസ് തന്നെയാ പറഞ്ഞത്. സ്ഥിരം ഡയലോഗാണോ? അല്ല, വെറുതെ പറഞ്ഞതാണ്. പിന്നെ അച്ഛനെ ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അച്ഛനെ ഞങ്ങൾ കൊണ്ടുവന്നു ഇങ്ങോട്ട് കാണാൻ കൊണ്ടുവന്നു. നോക്കിയിരിക്കുക. അച്ഛൻ- ഹലോ ചേട്ടാ. അച്ഛൻ ദക്ഷിണയല്ല കൊണ്ടുവന്നത്. ദക്ഷ ദക്ഷ അച്ഛനെ അച്ഛനെ കൊണ്ടുവന്നു. കൊണ്ടുവന്നു. അതെ. ഓക്കേ. അത് അത്രയും ദിവസം എന്ന് വെച്ചാല് ഷൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നു ലീവ് എടുക്കാൻ. അപ്പൊ അച്ഛൻ ഓ. ഡ്യൂട്ടി ലീവ് പ്രശ്നമാണ് ഓ, എന്നൊക്കെ അങ്ങനെ അച്ഛനവിടേക്ക് പറഞ്ഞിരുന്നു. വരുത്തി. അവസാനം ഞാൻ വരുത്തി. ഓക്കെ. വരുത്തി. ട്രെയിൻ ഓടിച്ചിട്ടാണോ വന്നേ? പാസഞ്ചർ ആയിട്ടാ വന്നത്. പാസഞ്ചർ Passenger ആണോ? ആയിട്ടാ ഓ, വന്നത്. ശരി. സാധാ ടിക്കറ്റ് റിസർവ് ചെയ്ത് എന്താണ് ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്? എന്താണ്? ലോക്കോ പൈലറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ. കാരണം വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. റെയിൽവേ ട്രെയിൻ തന്നാലേ അത് ഓടിക്കാൻ ഓ, പറ്റുള്ളൂ. അത് ശരി. പിന്നെ ഞാൻ ഗോവയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗോവയിൽ നിന്ന് മീറജ് എന്ന സ്ഥലം വരെ വർക്ക് ചെയ്യുന്നു. ആഹാ. ഗോവ എക്സ്പ്രസ്. പിന്നെ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ വെസ്റ്റേൺ ഘാട്ടിൽ കൂടെ ഒരു 100 കിലോമീറ്ററോളം ഞാൻ വെസ്റ്റേൺ ഘാട്ടിൽ കൂടെ പോകുന്നുണ്ട്. ആണല്ലേ? ആഹാ. അതില് എല്ലാവരും കേട്ടിട്ടുണ്ടോ ദൂദ്സാഗർ വാട്ടർഫാൾസ്? അതെ. ആ. ദൂദ്സാഗറിന്റെ മുന്നിൽ കൂടെയാണ് എല്ലാ ദിവസവും പോകുന്നത്. ഓ, അത് ശരി. ഡെയിലി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. ഏകദേശം ഒരു 22 വർഷമായി ആർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ, പക്ഷെ എല്ലാ ദിവസവും പോവുകയാണെങ്കിൽ ഒരു നോട്ടം നോക്കാതെ ഞാൻ അതിന്റെ മുന്നിൽ കൂടെ പോവാറില്ല. അത് ശരി. എന്തായാലും ഫാൾസിലേക്ക് നോക്കി അറിയാതെ നോക്കി പോകും അല്ലേ? അറിയാതെ നോക്കി പോകും. കണ്ണെങ്ങനെ ഞാൻ മാത്രമല്ല അതിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് ഫാൾസ് നോക്കിയിട്ടേ പോവാറുള്ളൂ. അതേ സെക്ടറിൽ തന്നെയാണോ ഏറ്റവും കൂടുതൽ ഓടിച്ചിരിക്കണേ? ആണ് കൂടുതൽ ആണല്ലേ? കൂടുതൽ വർക്ക് ചെയ്തവിടില്ല. കാരണം എനിക്ക് അസിസ്റ്റന്റ് പീരീഡ് അവിടെ ആയിരുന്നു. ഓ, അത് അത് കഴിഞ്ഞപ്പോ ശരി. LP ആയിട്ടും ഒരു 10-13 വർഷമായിട്ട് അവിടെ തന്നെ ഉള്ളത്. ഓക്കെ. ദക്ഷ്, യെസ് മാം. യെസ്, യെസ്. ഇന്ന് ഏത് റൗണ്ടിലാ പെർഫോം ചെയ്യാൻ പോണേ? ജോൺസൺ മാസ്റ്റേഴ്സ് ഹിറ്റ്സ് റൗണ്ടില് ആ. രാത്തിങ്കൾ പൂത്താലി. ആഹാ, അടിപൊളി. ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ? സിനിമ ഈ പുഴയും കടന്ന്, ആ. വർഷം 1996. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ആ. പാടിയത് യേശുദാസ് സാർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു All സർ. the താങ്ക് യു മാം. best. താങ്ക് യു.
നൈസ് വെരി ഗുഡ് മോനെ, Thank you, വെരി sir. ഗുഡ്, വെരി ഗുഡ്. മോനെ, യെസ് സർ. നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നറു ജപ തീർത്ഥമായിട്ട് തന്നെ നീ ഒഴുകണം. തീർച്ചയായിട്ടും യു ഹാവ് എ വെരി സ്പെഷ്യൽ ടാലന്റ്. താങ്ക് യു സർ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതും പല കാര്യങ്ങളിലാണ് ടാലന്റ്. പ്ലാനിങ് ഒരു ടാലന്റാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്താണ് പാടുന്നത്. പിന്നെ കോർഡിനേഷൻ, പ്ലാനിങ്, കോർഡിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് മാനേജ്മെന്റ് പോലെയാണ് ഇതിന്റെ പാട്ട്. അതെ അതെ. അപ്പൊ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇത് ഇങ്ങനെ പാടണം, ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ മോഡുലേഷൻ കൊടുക്കണം, ഇവിടെ പതിയെ ആക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കൊണ്ടുവരുന്നു. അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ടാലന്റ് കൂടെ കാണുന്നുണ്ട്. അപ്പൊ പല രീതിയിൽ പല പുഴകളാണ് ഇവൻ ശരിക്കും. താങ്ക് യു അത് സർ. അതെല്ലാം ആ പറഞ്ഞ ഗീത് സാഗറിലോട്ട് വരണം കേട്ടോ. ഓക്കെ സർ. ഈ ആ എന്ന് പാടുമ്പോഴത്തേക്കും അകാരം അല്ലെ, ആ. ഇപ്പൊ സ ഗ മ പ ദ ഇതൊക്കെ ആയാണ്. ആ ആ. ആ അതെ. അപ്പൊ ആ അകാരം ഇപ്പോ ആ എന്ന് പഠിക്കഴിഞ്ഞാ എന്ന് പാടുന്ന ഏതാണ് അകാരം? ആദ്യത്തേത്. ആ ആ ആ ആ ആ നമുക്ക് അങ്ങനെ തന്നെ പാടാൻ പറ്റണം. ആ ഓക്കെ ആ. സർ. അപ്പൊ ആ ഹമ്മിങ്ങിന്റെ ഏറ്റവും അവസാനം വന്നിട്ട് സസ്റ്റെയിൻ ചെയ്ത് ആ സാൽ ഇങ്ങനെ നിർത്തി അതിനെങ്ങനെ അവസാനിപ്പിച്ചേ ലാസ്റ്റ് പോർഷൻ. ആ ഉം. ഓ ആ ആ ആ ആ ആ ആ സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എവിടെയോ എറ്റേണിറ്റിയിൽ അവസാനിക്കുന്ന പോലെ ഇങ്ങനെ ഫേഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ഒരു പ്രാക്ടീസ് ആണ്. ഓക്കെ സർ. പറഞ്ഞാൽ മനസ്സിലായോ? യെസ് സർ. പിന്നെ മാറാല മൂടും മനസ്സിന്റെ ആ മേളിലൊരു നോട്ട് ഏതാണ്? പൂവുകൾ മാറാല മൂടും മനസ്സിന്റെ മൂടും ആ നോട്ട് കറക്റ്റ് ആയിട്ട് അവിടെ എത്തണം. മൂടും ആ അത് എത്തിയാൽ നല്ലതാണ്. അത് എത്തിയാലാണ് നല്ലത്. രണ്ടും പറയാലോ അല്ലേ? അത് എത്തിയാലാണ് നല്ലത്. അപ്പൊ അത് നമ്മൾ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. പല ഭാഗങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എനിക്ക് ദേവരായ മാസ്റ്ററുടെ ഒരു പാട്ട് ജോൺ സേട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അത് ആ പാട്ടിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പാട്ട് ചെയ്തത്. പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും വെളുത്തവാവേ നിന്റെ മടിയിൽ മയങ്ങുമി മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ. അതില് മധുസാറിനെ ഓർമ്മ വരും. കാരണം അദ്ദേഹം ഇങ്ങനെ പറയും തൊടല്ലേ തൊടല്ലേ നീ. അപ്പൊ അത് ഭയങ്കര. അപ്പൊ ഈ പാട്ട് അങ്ങനെ ജോൺ സേട്ടൻ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഒരു മാസ്റ്ററുടെ നിന്ന് വേറൊരു മാസ്റ്റർ ഉണ്ടാവുന്ന ദേവരായ മാസ്റ്റർ ജോൺ സേട്ടൻ. അപ്പൊ ദേവരായ മാസ്റ്റർ കഴിഞ്ഞിട്ട് MK അർജുനൻ സാറാണ് ദേവരായ മാസ്റ്ററുടെ ആദ്യത്തെ ഒരു ശിഷ്യൻ. അതുപോലെ ആണ് ജോൺസൺ ചേട്ടനും. അപ്പൊ ആ വഴിയിൽ എവിടെയോ എനിക്കും മാസ്റ്ററുടെ ഒരു ശിഷ്യനാവാൻ പറ്റി എന്നുള്ള ഒരു ഭാഗ്യമാണ്. ഓക്കെ, നന്നായിട്ട് വരട്ടെ, നന്നായിട്ട് വന്നേ പറ്റൂ. ദക്ഷ യെസ് സർ. നന്നായിരുന്നു പാടിയത്. താങ്ക് യു സർ. പല പറഞ്ഞ പോലെ പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഈ ചില ഭാഗത്തൊക്കെ വളരെ ഒതുക്കിയൊക്കെ പാടി. നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അത് വേണം. അത് പാട്ടിനെ നല്ല ഭംഗിയുള്ള രീതിയിലാക്കിയിട്ട് വേണം. നമുക്ക് തോന്നുന്ന സ്ഥലത്ത് ഒതുക്കാനോ അങ്ങനെ ആവരുത് കേട്ടോ. അത് പാട്ടിനെ ഒതുക്കും. അതെ, പാട്ടിനെ ഒതുക്കി കളയും. ഓക്കെ, അപ്പൊ അതൊക്കെ പാട്ടിന്റെ വരികൾ അനുസരിച്ചുള്ള എങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ള ഭാവം, എവിടെയാണ് അങ്ങനെ ഒതുക്കിയിട്ടുള്ളത്, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളും ചെയ്യാൻ. ഓക്കെ, എനിക്ക് ഫസ്റ്റ് ഹമ്മിങ്ങിൽ ഇത്തിരി ഫ്ലാറ്റ് ആയിരുന്നു. മൂന്നാമത്തെ പീസ് ഒന്ന് പാടിയ ഹമ്മിങ്
ആ നൈസ്. ആ ഇപ്പൊ കുറച്ച് ഫ്ലാറ്റ് ആവുന്നുണ്ട്. ആ യെസ് നൈസ്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് കണ്ണിൽ നക്ഷത്ര കണ്ണിൽ നക്ഷത്ര ആ അതിടയ്ക്ക് ചില സമയത്ത് അങ്ങോട്ട് എത്തണില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് പാഴിരുൾ വീഴുമി രണ്ടാമത്തെ, അതുപോലെ തന്നെ ചരണത്തിന്റെയും കാവടിയാടുമി രണ്ടാമത്തെ. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയാ. രണ്ടാമത്തെ കാവടിയാടുമീ കാവടിയാടുമീ ആ മീ. ആ ഓക്കെ. ഇപ്പൊ പാടിപ്പിക്കുമ്പോ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സാധനം കയ്യിലുണ്ട്. കയ്യിലുണ്ട്. അപ്പൊ ശ്രദ്ധ വേണം, അതാണ് എന്റെ വേണ്ടത്. മൂക്കും തൊണ്ട അടഞ്ഞിരുന്നപ്പോ അത് ആ അതാണ് എനിക്ക് നേസൽ ടോൺ തോന്നി ചില മുകളിലേക്കൊക്കെ പാടുമ്പോ, ആ ഹമ്മിങ്ങും പാടുമ്പോഴൊക്കെ. ആ അപ്പൊ എന്തായാലും അതൊക്കെ പെട്ടെന്ന് ഭേദമാവട്ടെ. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ ഇതിൽ നന്നായിരുന്നേനെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? ആ അതിപ്പോ ഒന്നാമത്തെ നമ്മളിങ്ങനെ വെറുതെ വിട്ടു, രണ്ടാമത്തെ മുതലിങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ പിടിച്ചു വരികയാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകുന്തോറും നമ്മൾ പിടിച്ചു അതെ. അപ്പൊ എന്തായാലും എല്ലാം പെട്ടെന്ന് ഭേദമാവട്ടെ. അപ്പൊ എന്തായാലും നല്ലൊരു വളരെ കഴിവുള്ള ഒരു ഗായകനാണ് താങ്ക് യു സർ. കേട്ടോ. അച്ഛനും അമ്മയും കേൾക്കാനാ പറയണത്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗായകനാണ് നിങ്ങളുടെ മകൻ ദക്ഷ് ധാർമിക്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ ഗോഡ് ബ്ലെസ് യു. കുട്ടാ, യെസ് മാം. എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി അവിടെ നിന്നിട്ട് ഈ കോസ്റ്റ്യൂം ഇട്ട് പാടുന്ന കാണാൻ വേണ്ടി ഭയങ്കര രസമുണ്ട്. രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന് പറയുമ്പോ ഇതിങ്ങനെ തിളങ്ങുക രാത്രി പോലെ. നക്ഷത്രമൊക്കെ ഇങ്ങനെ ചിമ്മി ഇരിക്കുന്നില്ലേ, അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇൻവോൾവ്മെന്റ് ആണ്. ആ പാട്ടില് ഉള്ള ഇൻവോൾവ്മെന്റ്, അത് ഒരു സമയത്ത് പോലും അവിടെ ദക്ഷിന്റെ ശ്രദ്ധ മാറുന്നില്ല. ഇവിടുന്ന് പാട്ട് തന്നെ ഇൻവോൾവ് ആണ്. മാക്സിമം അതിലോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അത് സാറ് പറഞ്ഞ പോലെ എന്താ എല്ലാം കാൽക്കുലേറ്റഡ് ആയിട്ട് അവന്റെ ഒരു ഇതിൽ പോവുകയാണ്. അപ്പം നല്ല ശ്രദ്ധയുണ്ട്, നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട്, വിച്ച് ഇസ് റിയലി ഗ്രേറ്റ്. അപ്പൊ അങ്കിൾ ആന്റി സോ ഹാപ്പി ടു സീ യു. ഹായ്. കൊറേ കേട്ടു, ഓഡിഷന്റെ സമയത്തും പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു. ഇപ്പോഴും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് അങ്കിളുടെ അനുഭവ കഥകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റിന്റെ കഥകൾ നമുക്ക് ഇനിയും എല്ലാ എപ്പിസോഡ്സിലും വന്നിട്ട് നമുക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തരണം. അതെ, ഇനിയും വരുന്നതാണ്. ഓക്കെ ഓക്കെ, 2 ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ ഇനിയും വരും. അപ്പൊ മോൻ വളരെ വെൽ മെഷേർഡ് ആയിട്ടാണ് പാടിയിട്ടുള്ളത് അല്ലേ? അതെ അതെ, വെൽ മെഷേർഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വെൽ മെഷേർഡ് ആയിട്ടുള്ള മാർക്കുകൾ തരും. ഓക്കെ സർ. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വാട്ട്? പെട്ടെന്ന് സ്വന്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. 98.5. സ്വല്പം താഴോട്ട് കുറച്ച് ഓപ്ഷൻസ് കൂടെ തരൂ. 98. പോരട്ടെ താഴത്തേക്ക്. 97.75. ഓ ഒരു 0.25 കുറച്ച് കള്ളാ. പ്ലാനിങ് കോർഡിനേഷൻ ഇനി പറയാൻ അവരത്ര ഇഷ്ടമല്ല. 97.5. അവിടെ 0.25. കുറച്ചുകൂടെ It is going to be 97 out of 100. Okay. കണ്ടോ, ഒന്നും വീതം കുറയ്ക്കില്ല. എല്ലാം കാൽക്കുലേഷൻ ആണ്. അതെ അതെ അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you. അടുത്ത തവണ നമുക്ക് കലക്കണം. Okay. ഓക്കെ, ടാറ്റാ. Bye. ഇനി പാടാൻ എത്തുന്നത് നമ്മുടെ ആര്യ ചേച്ചിയുടെ നാട്ടിൽ നിന്നുള്ള കണ്ണൂര് മട്ടന്നൂരിൽ നിന്നൊരു ദിയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ടിലാണ് ദിയക്കുട്ടി പാടാൻ പോകുന്നത്. അങ്ങനെ വേദിയിലേക്ക് വരുന്നത് ദിയ മട്ടന്നൂർ. യെസ്. കഥാപ്രസംഗത്തിന് വന്നാ? അല്ല, പിന്നെന്തിനു വന്നാ? പാട്ട് പാടാൻ. ഇവിടെ വരാൻ ആര് പറഞ്ഞു? ആരും പറഞ്ഞു ആരും പറഞ്ഞല്ല, എനിക്ക് ഇവിടെ സെലക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ രണ്ടാമത്തെ പാട്ട് പാടാൻ. ദിയ കുട്ടി അപ്പൊ തന്നെ എന്റെ അടുത്ത് പറയണ്ടേ? എങ്ങനെ പറയണം? ഇത് എന്റെ ഇടാണ്, ഞാൻ വരും എന്ന് പറയാം.
അങ്ങനെയല്ലേ പറയണ്ടേ? ആ. ഇത് രണ്ടാമത്തെ പെർഫോമൻസ് അല്ലേ? അതെ. അതെങ്ങനെയുണ്ട്? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടി ഒരു ധൈര്യം വന്നില്ലേ? ആ വന്നു. ഇല്ലേ? എക്സ്പീരിയൻസ് ആയില്ലേ? ഞങ്ങളൊക്കെ പാവങ്ങളാന്ന് തോന്നിയില്ലേ? ആ ഏറ്റവും ഭാവത അതെ. അതിനേക്കാളും ഭാവത. പാട്ട് ഏതാണ്? കാട്ടിലെ മൈനയെ. ആ, ആരാ പഠിപ്പിച്ചേ പാട്ട്? കുളിർക്കാറ്റ്. ആണല്ലേ? ആണോ എന്നാണ് അല്ലേ? ഉറപ്പായിട്ടില്ല. ആണോ? ഇങ്ങനെ എത്ര പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ദിസ് ഇസ് വെരി റയർ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ലൈനിലാണ് ചോദ്യം, അതിനുള്ള ഉത്തരവാണ് മൊത്തം പാട്ട്. അതെ അതെ അതെ. അത് ശ്രദ്ധിച്ചോ? കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആര്? ബാക്കി എല്ലാ ആൻസേഴ്സ് ആണ്. അതാണോ, ഇതാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അതല്ലേ എന്ന് ചോദിക്കുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിസിസ്റ്റ് ONV സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ, പിന്നെ ഫിലിം ആകാശദൂത്. യെസ്. വർഷം 1993. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. All the best. താങ്ക് യു ചേച്ചി. താങ്ക് യു.
ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. എന്തോ ദിയ കുട്ടി, എന്തോ ഈ പെർഫോമൻസ് കേട്ടിട്ട് എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എന്താ ഞാനിവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പാടില്ല ഈ സിംഹാസനത്തിരുന്ന്. ഞാൻ ടിക്കറ്റ് എടുത്ത് വന്ന് ഇത് കേൾക്കണമായിരുന്നു. അത്രയ്ക്ക് ഗംഭീരായിരുന്നു. താങ്ക് യു സർ. ഓരോ എംബലിഷ്മെന്റ്സ് നമ്മൾ ഓർണമെന്റേഷൻസ്, എംബലിഷ്മെന്റ്സ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ അതിനകത്തുള്ള ഉരുപ്പിടികൾ അതെല്ലാം അറിഞ്ഞു പാടില്ല. താങ്ക് യു. അതിന് ആദ്യത്തെ കൈയടി. അത് കോൺഫിഡന്റ് ആയിട്ട് പാടിയിരിക്കുന്നു. അതിന് രണ്ടാമത്തെ കയ്യടി. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ സോങ് സെലക്ഷന് മൂന്നാമത്തെ കൈയടി. അതെ, താങ്ക് യു സർ. ഇനി അടുത്ത കൈയടി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കസ്ട്രയും പാട്ടുകാരിയും തമ്മിലുള്ള ഒരു ഹാർമണി ഉണ്ട് പാട്ടിൽ. അവിടുന്ന് ഫ്രാൻസിയുടെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ മകൾ ഇവിടുന്ന് ഉത്തരങ്ങൾ പറയും. അതിനുശേഷം അടുത്തത് ഫ്ലൂട്ടിൽ ചോദിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയും. അങ്ങനെ ഓർക്കസ്ട്രയുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗായിട്ട് ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നി ആസ് എ മ്യൂസിക് കമ്പോസർ. അപ്പൊ അത് ആരുടെ വിജയമാണ്? ഇയാളുടെ വിജയം. പിന്നെ വേറെ ആരുടെ? കിളി പോയ പോലെ ഉണ്ടല്ലോ. അതെ, ഇല്ല പാട്ടുപാടി കിളി പോയ ആളാണ്. ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് അപ്ലോസ് തരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കളെ. യു ആർ റിയലി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. ഒരു വലിയൊരു വഴി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശബ്ദത്തിൽ ഡിവിനിറ്റി ഉണ്ട്. പിന്നെ സംഗതികൾ പാടുന്നതിൽ ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ഒരു ഊണ് കഴിച്ച ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതിനകത്ത്, വിരുന്നുണ്ണുന്ന. ആ ഊണ് കഴിച്ചപ്പോൾ മാത്രം എന്തോ അവിയലോ അതോ കിച്ചടിയോ എന്തോ ഇല്ലാണ്ടായിപ്പോയി. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ കണ്ണടയ്ക്കാൻ പോവാം. കാരണം ഇങ്ങനെയൊക്കെ ലൈവ് പെർഫോമൻസിൽ ഇത്രയും നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത് എക്സ്ട്രോണറി ആയിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി ഇത് ജസ്റ്റ് യുവർ സെക്കൻഡ് പെർഫോമൻസ് ഓൺ ദിസ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് വലിയ കാര്യമാണ്. അതെ. അപ്പോ ടാലന്റിനെ ടോപ്പ് സിംഗർ സീസൺ 6 എന്ത് ചെയ്യും? അംഗീകരിക്കും. ദിയ കുട്ടി എന്തോ എത്രയിലായി? 6th 11 വയസ്സായിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ പാട്ട് ഇത്ര ഭംഗിയായിട്ട് പാടിയത്. അത് ഇത്തിരി സ്ട്രെയിനുള്ള പാട്ടാണ്. ഹൈ പിച്ചിലാണ് ഇത് പാട്ട് ഭൂരിഭാഗവും, അല്ലേ? അപ്പം എന്തായാലും ടഫായിട്ടൊരു പാട്ടാണ്. വളരെ ഭംഗിയായിട്ട് പാടി. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രശ്നം അതാണ് ഈ തേൻ വിരുന്നുണ്ടെന്ന അത് പറഞ്ഞത്. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ വോയിസ്. ഇപ്പം തന്നെ ഒരു മെച്ചുവേർഡ് വോയിസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇനിയും ബ്യൂട്ടിഫുൾ ആവും വോയിസ്. ഇനിയും സിംഗിങ് പാട്ടും അതുപോലെ തന്നെ കൂടുതൽ ഇമ്പ്രൂവ് ആവും. അപ്പം ഇനി പോകെ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ എന്തായാലും മിടുക്കിയാണ്. നല്ല വെരി വെരി ടാലന്റഡ് കേട്ടോ. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഗായികയാണ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. God bless you. ദിയക്കുട്ടി, എന്തോ എന്റെ പടയാളി, ഐ എം പ്രൗഡ്. ഞാൻ Thank you, കണ്ണൂരിൽ നിന്ന്, ചേച്ചി. നമ്മൾ ഒരേ നാട്ടിൽ നിന്ന് വരികയാണെന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. കണ്ടോ, വന്നപ്പോ തന്നെയുള്ള ആ ഒരു സ്മാർട്ട്നെസ് കണ്ടോ? നമുക്ക് അതേ സ്മാർട്ട്നെസ് തന്നെയാണ് ഈ പാട്ടിലും വന്നിരിക്കുന്നത്. ആൻഡ് വേറെ രസം, നല്ല ബ്രെത്ത് കൺട്രോൾ അതെ ഉണ്ടായിരുന്നു. അതെ. ബ്രെത്ത് Yeah. നല്ല രസത്തിൽ ആ. കൺട്രോൾ ചെയ്ത്, എന്നാ പിന്നെ ഒരു അക്ഷരം വിഴുങ്ങുവോ ആ വരിയുടെ ഒരു ഭാവം പോവോ ചെയ്തിട്ടുമില്ല. ചെറിയ പിച്ചിന്റെ സാധനം, സാർ പറഞ്ഞ സാധനങ്ങളല്ലാതെ വേറെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ബ്രെത്ത് കൺട്രോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൺ Thank ഓഫ് ദ you. ബെസ്റ്റ് അതെ. ബ്രെത്ത് കൺട്രോള്. അത്രയും ബ്രെത്ത് കൺട്രോൾ അതെ. കൊണ്ടാണ് വോയിസ് ഇത്ര നല്ല ക്ലാരിറ്റി. അതെ, ക്ലാരിറ്റി. പിന്നെ ആ വോയിസിന്റെ ആ പവർ ഉണ്ട്. അതെ. ഓരോ അക്ഷരം അല്ലെങ്കിൽ ഓരോ വരി തുടങ്ങുമ്പോഴും കാട്ടിലെ മൈ തുടങ്ങുമ്പോഴുള്ള ആ ഒരു ഉന്തലില്ലേ, അത് ഭയങ്കര അടിപൊളിയായിട്ട് വരുന്നു. ഇറ്റ്സ് ബിക്കോസ് യു ഹാവ് ഈ ദാറ്റ്. പാട്ടിന് എന്താണോ control. വേണ്ടത് അത് Exactly ഉണ്ട്. Yes. വേറെ ഒന്നും പറയാനില്ല. സെക്കൻഡ് സ്റ്റേജ് ആണ്. നമുക്ക് ഒരുപാട് ദൂരം ഒരുമിച്ച് പോകാം. അതെ. Okay. അത് മാത്രല്ല ആര്യ ചേച്ചി, ഇത്രയും നല്ല നല്ല കമന്റ്സ് കിട്ടി. എന്നിട്ട് ജഡ്ജസ് ചാടി എണ്ണിട്ട് നിന്നു. എന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് അത്ഭുതം. പക്ഷെ ഒരു എക്സ്പ്രഷൻ ചേഞ്ചും ഇല്ലാത്ത രണ്ടുപേര് ഇവിടെ ഉണ്ട്. ആ ഇരിക്കുന്ന രണ്ടുപേരെ എങ്ങനെയാണോ വന്നിരുന്നത് അതേപടി തന്നെ ഇരിക്കാൻ. അവര് ഞെട്ടിയിരിക്കുകയാണോ അതോ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ അത് ഇരിക്കുകയാണോ? അതെന്തായിരുന്നു സംഭവം? അല്ലല്ല ഞെട്ടിയതാണോ? മിനുട്ടി അങ്ങനെയല്ല. ആ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ. അമ്മ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, എല്ലാ സമയത്തും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. ആ. കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇടയ്ക്ക് നന്നായിട്ടൊക്കെ പാടുമ്പോഴത്തേക്കും. ദാറ്റ്സ് നാച്ചുറൽ അല്ലേ? അതെ. നമുക്ക് കണ്ണ് നിറയുന്നുണ്ട് നമ്മുടെ മോള് ഇങ്ങനെ പാടുമ്പോ. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ആയിരിക്കും? അപ്പൊ അത് സൂപ്പർബാണ്. പക്ഷെ ഒരു കിളി പോയ പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. അതങ്ങനെയാണോ? വീട്ടിൽ അങ്ങനെയാണോ? ചില കാര്യങ്ങളിൽ അങ്ങനെയുണ്ട്. ലൈഫിൽ പെട്ടെന്ന് ഓരോ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ടുഡേ ഇത് യു ആർ എ വിന്നർ. അത് മനസ്സിലാക്കണം. യു ആർ എ വിന്നർ. സെലിബ്രേറ്റ്. അതെ. സെലിബ്രേറ്റ്. Yes.
So here comes your magic wand. Diegudi is going to be awarded 100 on 100 today. Chocolate mala peyyate. ഹാപ്പി ആയില്ലേ? ഞാൻ നോക്ക എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഉണ്ടോ അങ്ങനെ 100-ൽ 100 മേടിച്ച് ചോക്ലേറ്റ് മഴ പെയ്പ്പിച്ച ദിയക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. ഹാപ്പി അല്ലേ? ഇപ്പൊ എക്സ്പ്രഷൻ വന്നു രണ്ടുപേർക്കും. എക്സ്പ്രഷൻ കൂടി കണ്ണുനീരും വന്നു. ദിഗുടി, എന്തോ എപ്പോഴും എക്സ്പീരിയൻസ് ആണ് നമ്മളെ നമ്മളാക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. അതായത് ഇഫ് യു ആർ ഗുഡ്, അംഗീകാരങ്ങൾ കിട്ടും. അത് കിട്ടേണ്ട സമയത്ത് തീർച്ചയായിട്ടും കിട്ടും. അത് മനസ്സിൽ ബോധ്യം വേണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ദിയക്കുട്ടി ഇതുപോലെ തന്നെ അടുത്ത പാട്ട് 100 മേടിക്കണം നമുക്ക്. ഇനിയും ചോക്ലേറ്റ് മഴ പെയ്ക്കണം. ഓക്കെ, ഉറപ്പല്ലേ? അവൾ നമ്മുടെ പടയാളിയാണ്. അതെ അതെ, തീർച്ചയായും 100% നമ്മൾ കണ്ണൂരേക്ക് തിരിച്ചു ഇതിങ്ങനെ പോകാം. വീണാ നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോയി ചോക്ലേറ്റ് എടുക്കാം. വേഗം കൊണ്ടുപോകാം. ഇനി വരെയാണോ? ഒന്നുകൂടെ പാടുന്നുണ്ടോ? ഇല്ല, അന്ന് ടാറ്റ. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, ഓ ക്യാപ്റ്റൻ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പക്ഷെ സമയം പോകുന്ന അറിയുന്നേ ഇല്ലല്ലേ? ഒട്ടും അതെന്തുകൊണ്ടാ ക്യാപ്റ്റൻ? നമ്മൾ ഇങ്ങനെ നല്ല നല്ല പാട്ടുകൾ കേട്ട് വരുന്നോണ്ടാണോ? അതെ, നല്ല രസകരമായ നിമിഷങ്ങളല്ലേ? അതെ. അപ്പൊ പിന്നെ എൻജോയ് ചെയ്യാതെ എങ്ങനെ അത് കടന്നു പോകും? അതെ, പിന്നെ നമ്മൾ ഒത്തിരി വർത്താനം പറയുന്നു, പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അറിയുന്നു. അപ്പൊ എന്തായാലും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? പേരൊക്കെ നമ്മൾ പഠിച്ചൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബൈ, സീ യു.